നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി? അതറിയില്ല, പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. നിലമ്പൂർ കോവിലത്തുമുറിയിൽ വീട്ടിൽ കയറി മോഷണം നടത്തിയതായി പരാതി. ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തുന്നതിനിടയിൽ നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണ്ണാഭരണങ്ങളും പണവും കണ്ടെടുത്തു. വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തിയത്. നിലമ്പൂർ കോവിലകത്തുമുറിയിലെ കണ്ടംപാട്ടിൽ മാധവരാജിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് മുൻവാതിൽ തുറന്നാണ് മോഷ്ടാക്കൾ അകത്തു കയറിയത്. മാധവരാജും ഭാര്യ സതീദേവിയും നിലമ്പൂർ പോലീസിൽ നൽകിയ പരാതി പ്രകാരമാണ് കേസ്. 8 പവനോളം സ്വർണവും 46,000 രൂപയും മകളുടെ ഫോണുമാണ് കാണാതായതെന്നാണ് പരാതി. നിലമ്പൂർ പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. നഷ്ടപ്പെട്ടുവെന്ന് പറയുന്ന സ്വർണ്ണാഭരണങ്ങളും 30,000 രൂപയും തെരച്ചിലിനിടയിൽ കണ്ടുകിട്ടി. നിലവിൽ 16,000 രൂപയാണ് നഷ്ടമായിട്ടുള്ളത്. മോഷണം പോയെന്ന് കരുതിയ മൊബൈൽ ഫോൺ കുതിരപ്പുഴയുടെ ചക്കാലക്കുത്ത് ഭാഗത്തു നിന്നാണ് ലഭിച്ചത്. മുടവണ്ണുള്ള എൻ്റെ സ്ഥലത്ത് പോയിട്ട് ടാപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴേക്കും നിലമ്പൂര് ടൗണിലെത്തിയപ്പോൾ എൻ്റെ കസിൻ പറഞ്ഞു, നിന്റെ വീട്ടിലൊരു മോഷണം നടന്നിട്ടുണ്ട്, പിന്നെ നീ ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട, നേരെ സ്റ്റേഷനിലെത്തിയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് ഉച്ചയ്ക്ക് സ്റ്റേഷനിലെത്തിയിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തു. ഇന്നലെ വൈകുന്നേരം വരെ സ്റ്റേഷനിലായിരുന്നു. കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഞാൻ തിരിച്ച് രാത്രി എൻ്റെ വീട്ടിലേക്ക് വരികയാണ് ഉണ്ടായത്. മാധവരാജിന്റെ ഭാര്യ സതീദേവി കഴിഞ്ഞ ദിവസം അടച്ചുപൂട്ടിയ കരാട്ട് കുറീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നിലമ്പൂർ ബ്രാഞ്ച് മാനേജറായിരുന്നു. സമീപത്തെ CCTVകൾ ഉൾപ്പെടെ പരിശോധിച്ച പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. തുണികൾക്കിടയിൽ സൂക്ഷിച്ചിരുന്ന ബാഗിനുള്ളിലായിരുന്നു 30,000 രൂപ ഉണ്ടായിരുന്നത്. മോഷ്ടാക്കളെ ഉടൻ പിടികൂടണമെന്ന് CPM കോവിലകത്തുമുറി ബ്രാഞ്ച് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇന്നേ വരെ ഞങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു പ്രവണതയാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ നിത്യേന അധ്വാനിച്ച് ജീവിക്കുന്ന KV മാധവരാജ് കുടുംബവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് സതീദേവി, മോള് +2 പഠിക്കുന്നു, ഗീതാ മാധവ്, ഒരു മോനുണ്ട്, അവൻ 6ാം ക്ലാസ് പഠിക്കുന്നു. അവരുടെ സ്ഥാപനത്തിലുണ്ടായ ചില പ്രവണതകളെ തുടർന്ന് ഇന്നലെ കുറച്ചാളുകൾ വീടുകൾ വരികയും സതീദേവിയെ അന്വേഷിച്ചു കുറെ പുറത്തുപോയി. അതിനുശേഷം നമുക്ക് അറിയാൻ പറ്റാത്ത ആൾക്കാർ വന്ന് വീട്ടിൽ കയറുകയും വീട്ടിലുണ്ടായിരുന്ന എല്ലാ ഉപകരണങ്ങളും പരിശോധിച്ച് ഏകദേശം 6 പവനോളം സ്വർണം, കുറച്ച് ക്യാഷ് വീട് കുത്തി തുറന്ന് കൊണ്ടുപോയ ഒരു സാഹചര്യമാണത്. പ്രതികളെ കുറിച്ച് സൂചന ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് രംഗത്തുണ്ട്. ഇന്ന് ഫിംഗർ പ്രിന്റ് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന തുടങ്ങിയിട്ടുണ്ട്. CPIM കോവിലകത്തുമുറി ബ്രാഞ്ച് കമ്മിറ്റിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, കുറ്റവാളികൾ ആരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, മാതൃകാപരമായി ശിക്ഷിക്കണം. ഈ ഒരു പ്രവണത ഒരിക്കലും വെച്ചു പൊറിപ്പിക്കാൻ കഴിയില്ല. കാരണം നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. സ്ഥാപനമോ അല്ലെങ്കിൽ ഓഫീസോ ഉണ്ടാക്കി വെക്കുന്ന ഇത്തരം പ്രവൃത്തികൾക്ക് ജീവനക്കാരെ ബലിയാടാക്കരുത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. VPT സൂപ്പർ മാർക്കറ്റ്, അമരമ്പലം റോഡ്, വാണിയമ്പലം. നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി 6 മാസത്തിന് ശേഷം പുതിയ 916 സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ, എടവണ്ണ.